ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ റീൽസ് റിയാക്ഷൻ ഒന്നും അല്ല, ഇന്ന് നമ്മൾ ട്രെയിലർ റിയാക്ഷൻ. റീൽസ് അല്ലേ വെച്ചു, റീൽസ് രണ്ടെണ്ണം നമ്മളിപ്പോൾ ചെയ്തില്ലേ? ഞാൻ 2-3 കമന്റ് കണ്ടായിരുന്നു, ട്രെയിലർ വീഡിയോ റിയാക്ട് ചെയ്യോ, മ്യൂസിക് വീഡിയോ അത് തന്നെ. ഫാൻസ് ആണ് ഞങ്ങൾക്ക് എല്ലാം. ഫാൻസോ? സോറി, വ്യൂവേഴ്സ് ആണ് ഞങ്ങൾക്ക് എല്ലാം. സോറി ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബസൂക്കയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാം. ഡിംപിളും ദേവൊക്കെ എന്ത്? ഡിംപിൾ ജോലിക്ക് പോയി, ദേവു എമ്പുര താനെന്ത് തന്നെ കൊണ്ടുപോയില്ലേ? അവളുടെ ബോയ് ഫ്രണ്ടിനോടെ പോകുന്നതിന് എന്നെ എന്തിനാ വെച്ച് കൊണ്ടുപോകുന്നു? ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഞാൻ ആരോടെ ഉത്തരം പറയുന്നു? ഒന്നും അറിയത്തില്ല. ഇത് നമ്മുടെ ഇടവും വലവും ഇരിക്കുന്നതാണ് നമ്മുടെ പുണ്യാള വീടിന്റെ ടെക്നീഷ്യന്മാര്. ആരും ഇല്ലാത്തോണ്ടോ? അങ്ങനെ ഒന്നും ആവണം, അങ്ങനെ അത്രേ ഉള്ളൂ നിങ്ങളൊക്കെ. ഇല്ലടാ, എത്ര പേര് പറഞ്ഞു നമ്മുടെ വീഡിയോസ് കൊള്ളാന്ന്. രണ്ട് വിഗ് മേടിക്കണം കേട്ടോ, ഡിംപിൾ ദേവ് ഇല്ലാത്തപ്പോ നമുക്ക് വെച്ചോണ്ടിരിക്കാം. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ വിലപ്പെട്ടതാണ്. അബി ആഗി രണ്ട് ടെക്നീഷ്യന്മാർ ഏ ആണല്ലോ. അല്ലേ ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മള് ബസൂക്ക. നീ അറിഞ്ഞ കണ്ടോ? ബസൂക്ക ആരോടാ? നീ ഇങ്ങനെ മമ്മൂട്ടിയുടെ പടം ബസൂക്ക കിട്ടില്ലല്ലോ, കുറെ നാളായി കാണാല്ലേ. ബസൂക്ക ട്രെയിലർ റിയാക്ഷൻ. ലെറ്റ്സ് ഗോ. ട്രെയിലർ വിനായകനാണ്. நீ எப்படி எங்க வந்த? எப்படி வந்தேன்னு சொல்ற. He's Benjamin Josh, ACP, Cochin City. He had a strong team. And they all ഡയറക്ഷൻ ഒക്കെ ഇട്ടപ്പോ മൊത്തം അഭിനയമാണ്. ഗൗതം പേരാണ്. he is Mr. മാം ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ 73 വയസ്സ് ചോദിച്ചാ കണ്ടാ പറയാ 17 വയസ്സുള്ള പുള്ളിയാണ്. so simple word to describe him. പുള്ളിയുടെ ഇപ്പൊ എല്ലാ സിനിമയിലും കിടിലൊരു വണ്ടി എന്തെങ്കിലും ഒരെണ്ണം കാണില്ലേ? ഇതൊരു കവിയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാനം ലൂസിഫർ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകളുണ്ടാകും. ഒപ്പം കാമത്തിന്റെ സ്വീകാരം മുഴക്കുന്ന ക്ഷുദ്രശക്തികൾ നിങ്ങളെ നിമ്മതിയിലേക്ക് പതിപ്പിക്കും. നമ്മളിവിടെ 18 വയസ്സായിട്ട് ഇവിടെ വയറും ചാടി കുണ്ടിയും ചാടി പുള്ളി ഇപ്പൊ ഇരിക്കുന്നു. നോക്കി ഫൈറ്റ് ചെയ്ത് നോക്കി. എന്താ മോനെ ബസൂക്ക. അവന് നമ്മൾ ഏപ്രിൽ 10 ഏപ്രിൽ 10 എന്ന് പറയുമ്പോ അടുത്ത മാസം 10. ഓ, അത് പോണം കേട്ടോ. ബസൂക്ക ഇപ്പൊ എല്ലാ പടത്തിനും ഒരു കാറ്, ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെ ഒരു കാറ് കാണും അല്ലേ? ശരിയാ. പക്ഷെ പുള്ളി പണ്ട് തൊട്ട് അത് ചെയ്യാറുള്ളൂ. മറ്റേ ഗോഡ് ഫാദറിനകത്ത് ആ സമയത്തും പുള്ളി ഗോഡ് ഫാദർ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമയിലും ഉണ്ട്. മെയിൻ ആയിട്ടൊരു വണ്ടി കാണും. കൊള്ളാം. നൈസ്. പിന്നെ ആള് നടക്കണതൊക്കെ ഹിറ്റാണല്ലോ.
പുള്ളി ഫുള്ള് സ്വാഗിന്റെ ആളല്ലേ. എന്റെ ദൈവമേ, പുള്ളി സ്ലോ മോഷനിലൊക്കെ നടന്നു വരുമ്പോ ഉണ്ടല്ലോ വിഷയം. എന്തുകൂടെ സ്റ്റൈലൊക്കെ അയ്യോ പ്രായത്തില് നമ്മളൊക്കെ 73 വയസ്സയില് കണ്ടാ പറയൂ. എത്ര വയസ്സുണ്ട്? 73 കണ്ടല്ലേ? 70 എന്തായാലും 73 എന്തോ എനിക്ക് പ്രായം. എന്റെ ദൈവമേ. പിന്നെ മറ്റേ പടം ഇറങ്ങില്ലോ വെച്ചു, മറ്റേ തുടരും, മോഹൻലാലിന്റെ തുടരുമോ? മമ്മൂട്ടി കഴിഞ്ഞ മോഹൻലാൽ കൊള്ളാം. തുടരും. നിങ്ങളിതൊന്നും അറിയുന്നില്ലേ? മറ്റേ ഞങ്ങൾ എഡിറ്റിങ്ങിന്റെ വർക്കിന്റെ പ്രഷർ, എഡിറ്റിംഗ് പ്രഷർ. തുടരും. നിനക്ക് ആഴ്ച വീഡിയോ എടുക്കണ്ടേ? ഇവിടെ വീട്ടിൽ ഇരിക്കും വീഡിയോ വരത്തില്ല. ചേടാ ഇത് പഴയ ഒരു നിങ്ങൾ ഇട് മോഹൻലാൽ നോക്കിയതേ. മോഹൻലാൽ ശോഭന. ശോഭന. ഓക്കെ സ്റ്റാർട്ട്. നല്ല മോഹൻലാൽ. ചേടാ എന്റെ കുറ്റല്ലോ. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ട്. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും കുളിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? പഴയ മോഹൻലാല്. കോമഡി പടമാണ്. ഫാമിലി സിനിമയാണ്. പഴയ മോഹൻലാലുള്ള മറ്റേ ഹലോയിലൊക്കെ ഉള്ള. നല്ല രസമുണ്ടല്ലേ രണ്ടുപേരെയും കാണാൻ. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം വിളിച്ചതാടാ. ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഡബിൾ 455. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാറ് കിട്ടൂല. அந்த ஆளுக்கு காரை கையில கட்டியா கிளிப்போம். കാറിനെ കുറിച്ചുള്ള കഴിഞ്ഞ പടത്തിലുള്ള തെയ്യം, ഈ പടത്തിലുണ്ട് തെയ്യം. വേറെ മോഹൻലാല്. നനയാലല്ലോ കുട്ടിച്ചാ. എടോ മോനെ, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കേ. എടോ ഒരു രോമാഞ്ചം വന്നു കേട്ടോ. അവസാനം ഇപ്പൊ വേറെ മൂടായി കേട്ടോ. മറ്റു സാധനം കണ്ട തെയ്യം കഴിഞ്ഞിട്ട് മോഹൻലാൽ വരും. അതാ ഞാൻ പറഞ്ഞത്. ഇത് എന്തുവാ സാധനം? അത് വിറ്റെന്ത് തുടങ്ങിയപ്പോ എങ്ങനെയാ കണ്ടായിരുന്നത്? ഞാൻ വിചാരിച്ചൊരു ഫാമിലി കോമഡി ഞാൻ മറ്റേ പഴയ മോഹൻലാൽ ഹലോ സിനിമയ്ക്കകത്തൊക്കെ ഇല്ലേ? എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കേ. ഇതും ചേർത്തറിഞ്ഞു കേട്ടാ. ഡേറ്റ് ഉണ്ടോ? കമ്മിങ് സൂൺ. എനിക്കൊരു തന്മാത്രയിലൊക്കെ മോഹൻലാലിന്റെ ഒരു വൈബ് എനിക്ക് അടിച്ചത്. തന്മാത്രയോ? ഭ്രമരം. ഭ്രമരം ആ ഒരു അത് അവസാനം തുടക്കത്തിൽ എന്തുവായിരുന്നു? പാവം മറ്റേ കോമഡി ഫാമിലി പടം പോലെ. ഓ നൈസ്. തുടരും. ആരുടെ പടമാണ് ഇത്? എം രഞ്ജിത്ത്. നൈസ് നൈസ് നൈസ്. ഡയറക്ടഡ് ബൈ തരുൺ മൂർത്തി, പ്രൊഡ്യൂസ്ഡ് ബൈ എം രഞ്ജിത്ത്. കൊള്ളാം കേട്ടാ. നൈസ്. ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ. ഓക്കെ. മറ്റു വേറൊരു പടം ഇറങ്ങിയിട്ടുണ്ടോ? എന്തോ നമ്മുടെ ന്യൂജൻ പിള്ളേർക്കായിട്ട്. നമ്മുടെ എന്റെ ന്യൂജൻ പിള്ളേർക്കായിട്ട്. നിങ്ങളുടെ നിങ്ങൾ വാങ്ങിച്ചു, എനിക്ക് കിട്ടാവളെ കിട്ടി. നിങ്ങൾ മേടിച്ചു, എനിക്ക് പോയി. എങ്കിൾ നമ്മൾ 90s കിഡ് അല്ലടാ, നമ്മൾ 90s അങ്കിളാ. അങ്കിൾ അല്ല എങ്കിൾ. എങ്കിളോ? അതെന്തോ എങ്കിള്? ചേട്ടന്മാർ. നീ ഇപ്പഴും 90s കിഡ് എന്നാണ് പറയുന്നത്, 90s എന്നാണ് പറയുന്നത്. പറയുന്നത് കണ്ടോ? ഞങ്ങളിപ്പോഴും 90s kid. അത് ശരിയാണല്ലോ. നിനക്കൊരു ജോണ. ഓക്കെ ഗൈസ്, ആലപ്പുഴ ജിംഖാന. ബോക്സിംഗ് ആണ് സിനിമയുടെ പേരെന്താ? ആലപ്പുഴ മറ്റേ നസ്ലിൻ ഹൈദരാബാദ്.
ഹൈദരാബാദല്ല പ്രേമലൂരിലത്തെ ഹൈദരാബാദിലെ നമ്മുടെ ആലപ്പുഴ ജിംഖാന ഗൈസ്. ഓക്കെ ആ മഞ്ഞയും ബ്ലാക്കും ജെർസി ഇട്ടവനാടാ. ബേബി നല്ല പാവം ജെറായിരുന്നു. ബേബി ജീൻ ബോക്സിംഗ് പഠിക്കണം. നമ്മള് ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം. ആന്റണി ജോഷ നാഷണൽ ലെവലിൽ മറ്റേ സൗത്ത് ഇന്ത്യൻ ലെവലിൽ കേരളത്തിന് വേണ്ടി ഇടിച്ച് ജയിച്ചതാണ്. 2 ടൈം സ്റ്റേറ്റ് ബോർഡ് മെഡൽ വിന്നർ, 180 പഞ്ചസ് ഇൻ 10 സെക്കൻഡ്. മറ്റേ ചോയിനോടുള്ള മറ്റേ ഇടിപ്പടത്തില് കൊള്ളാട്ടാ. ഇത് എല്ലാരും ഉണ്ടല്ലേ. ഭയങ്കര ഇഷ്ട കണ്ണിക്കുത്തി മോനെ. എല്ലാവർക്കും ഞാനൊരു ഡയറ്റ് പ്ലാൻ അതെല്ലാവരും ഫോളോ ചെയ്യും. ഈ കൈ എപ്പ താഴുന്നോ അപ്പം മുഖത്തിൽ പിടി കിട്ടിക്കൊണ്ടേയിരിക്കും. നീ ഓ, ഇവള്. ഇപ്പൊ ജോബിക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റും. മൂന്ന് കാര്യങ്ങളില്ലേ. എല്ലാരും ഉണ്ട് കേട്ടാ. നീ മനസ്സിലാവില്ലേ? കുറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടി കൊള്ളുന്ന അവർക്ക് അതിന്റെ അവൻ എല്ലാത്തിനും വിഴുങ്ങണം നമുക്ക്. പാഞ്ചി ഞാൻ യൗമാര് പോലെയാ. പോരെന്ന് പറഞ്ഞാൽ തീരെ 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 പോലെ. നെറ്റിപ്പട്ട വമ്പോ. ചിങ്കാരക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നേടിക്കൂലേ. ഇത് കൊള്ളായിരിക്കൂട്ടാ. നൈസാട്ടോ കൊള്ളാം. ഇത് ഏറെക്കുറെ മറ്റേ തല്ലുമാല പോലെ ഉണ്ടല്ലോ ഇത്. നല്ല തുള്ളിയിടി. നമ്മളുടെ പ്രൊഫസർ ബേബിജിൻ പടത്തിൽ പാട്ടുപാടി അഭിനയിച്ചു തുടങ്ങിയില്ലേ. അത് പറഞ്ഞപ്പോൾ ബേബി ജീൻ മനസ്സിലായില്ലേ? മറ്റേ റാ- ആംബുലൻസിലാണോ അതോ ചാമ്പ്യനായിട്ടാണോ നമുക്ക് കാണാം. ഓ കോമഡി ഉണ്ട് കേട്ടോ. നസ്ലിന്റെ പിന്നെ അഭിനയം രസമല്ലേ. നസിന്റെ കുറച്ച് നൈസ് കോമഡീസ് ഉണ്ട്. ഡയലോഗ്സ് അടിപൊളിയാ. ഇങ്ങനെ പോസ് ചെയ്യുന്ന പ്ലേ ചെയ്ത് ഇനിയുണ്ട്. താനാണല്ലോ മുകളിൽ പോസ് അപ്പൊ നിങ്ങൾ പോസ് ചെയ്യുമ്പോൾ പ്ലേ ആവും. ഞാനൊന്നും ചെയ്തിട്ടില്ല. കൊള്ളാം കേട്ടോ. കോമഡി സിനിമയാന്ന് തോന്നുന്നു. കോമഡി മാത്രമല്ല എനിക്കൊന്നും മറ്റേ തല്ലുമാല സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. കുറച്ച് ഇടിയും ബോക്സിംഗ് പടം കൊള്ളാം. നൈസ്. ഇത് മൂന്നാണ് ഇപ്പം നിക്കുന്നത്. ഈ പടമാണ് ഇനി വരാൻ നിൽക്കുന്നുണ്ടല്ലോ. മറ്റേ നമ്മുടെ ക്യാമറ റാപ്പ് നന്ദി, നമസ്കാരം. നമസ്കാരം.